അത് ചെയ്തിരിക്കണതേ ഉള്ളൂ. അപ്പം നമ്മുടെ ഓരോ വിഷയത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തെ, ഈ ക്രിസ്തുവിനെ അറിയുക, ക്രിസ്തുവിൽ വളരുക എന്നുള്ളതാണ്. ക്രിസ്തു വളരുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ചിലർ പറഞ്ഞു ഞാൻ ഉടമ്പടി മരണം വരെ തുടരുമെന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? ഉടമ്പടി ബേസിക്കായിട്ട് ക്രിസ്തുവിൽ നിങ്ങളെ വളർത്തുന്ന ദൈവത്തിൻ്റെ ഒരു സ്വർഗീയ പദ്ധതിയാണത്. അത് സത്യസന്ധമായിട്ടാണ്, അത് വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ വേറെ ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നിങ്ങൾ തന്നെയായിരിക്കും സർട്ടിഫിക്കറ്റ്. എന്താ കാര്യം? നിങ്ങൾ ദൈവത്തെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഡോക്ടർ സാക്ഷ്യം പറഞ്ഞു, ടോം വർഗീസ്, അങ്ങനെ പേരുതാ, അങ്കമാലി ഡോക്ടർ ടോണി നെൽസൺ. ഈ ടോണി നെൽസൺ, നാൻസി, അവർ രണ്ടുപേരും ഡോക്ടർമാരാണ്. ഭാര്യ ഇവിടെ എറണാകുളം ജനറൽ ആശുപത്രി ഡോക്ടർ, ഭർത്താവ് നമ്മുടെ ലിറ്റിൽ ഫോർ അങ്കമാലിയിലെ ഡോക്ടറാണ്. പക്ഷേ ഇവർക്ക് 5 കുഞ്ഞുങ്ങളുണ്ട്. ഇവിടെ 5 കുഞ്ഞുങ്ങളൊക്കെ ഒരു 6 കുഞ്ഞുങ്ങളുണ്ട് അവർക്ക്. എല്ലാം പൊടിപ്പൊടി കുഞ്ഞുങ്ങളാണ് ശരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അവരും ചെറുപ്പക്കാരാണ്, അത്ര പ്രായമുള്ളവരല്ലേ, ഒരു 40 വയസ്സിനൊക്കെ താഴെയുള്ള കക്ഷികളാണ്. അവർക്ക് 6 കുഞ്ഞുങ്ങൾ. അവരെല്ലാം കൂടി നല്ല രസമാണ്, നമ്മുടെ വീട്ടിലുണ്ട് അല്ലേ. പക്ഷെ അതല്ലേ എനിക്കത് തോന്നിയതേ. ഡോക്ടർ പറയണേ, എൻ്റെ ഈ 4ാമത്തെ മോനെ അവൻ്റെ കാലിങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. അപ്പം അതിൻ്റെ മെഡിക്കൽ സയൻസിൽ തിരിച്ചു വരാൻ കുറച്ച് പ്രശ്നമുണ്ട്. ഡോക്ടറിനെക്കുറിച്ച് ഏറ്റവും ഇഷ്ടം കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഡോക്ടർ എന്നാ ചെയ്തിരിക്കണേ, 2 ഡോക്ടേഴ്സുമാർ കൂടെ വന്ന് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. ഉടമ്പടി ചെയ്തിട്ട് എന്താ ചെയ്യിക്കണേ? ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോൾ ഉടമ്പടി തൈലം എടുത്തിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ആ വളഞ്ഞുപോയ കാലെ പെരട്ടി കൊടുക്കും. ഇപ്പം അടുത്ത കുറച്ച് നാൾക്ക് തന്നെ അത് 90% നിവർന്ന ആ കാലേ. ആ സാക്ഷ്യം ഞാൻ ഇവിടെ നിന്ന് കേൾക്കായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വളഞ്ഞ കാലിലൂടെ ക്രിസ്തു നമ്മുടെ കുടുംബത്തിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. മനസ്സിലായ? ആ കാല് നേരെ ഇരുന്നെങ്കിൽ ക്രിസ്തുവിന് സാധ്യതയില്ല അവിടെ വരാൻ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സഹനങ്ങൾ ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ്. പിന്നെ അവിടെ ഒരു എളിമപ്പെടലുണ്ട്. ചില ഡോക്ടർമാരാകുമ്പോൾ മെഡിക്കൽ സയൻസാണ് എല്ലാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നടക്കുന്ന ഡോക്ടർമാരും ഉണ്ട്. അത് ഭയങ്കര ഗതികേടാണ് ശരിക്കും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതേ, ഞാൻ അമ്മയെ നേരിട്ട് കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയതേ, എനിക്ക് നിരീശ്വരന്മാരോടൊക്കെ ഭയങ്കര സങ്കടം തോന്നി. അതൊക്കെ എനിക്ക് അവരോടൊക്കെ പുച്ഛമായിരുന്നു. കാരണം അവർക്ക് അതിനൊക്കെയുള്ള കൃപ ദൈവം കൊടുത്തില്ല എന്നോർത്തിട്ടാണ് അവരുടെ വൈജ്ഞാനിക വങ്കത്വം കൊണ്ടല്ലേ അവർ ദൈവത്തെ തള്ളിപ്പറയണമെന്ന് ഓർത്തിട്ട് എനിക്ക് അവരുടെ പുച്ഛമായിരുന്നു. പക്ഷേ 2004 അമ്മയെ കണ്ടതിന് ശേഷം എനിക്ക് എൻ്റെ ജീവിത രീതിയിലെല്ലാം മാറ്റമുണ്ടായി, ചിന്താരീതി മാറ്റമുണ്ടായി. ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ദൈവത്തെ വിശ്വസിക്കാൻ ഒരു പഴുത് കിട്ടാത്തതാണ്. ദൈവത്തെ കാണാനോ വിശ്വസിക്കാനോ ഒരു പഴുത് കിട്ടാത്തതാണ്. അയ്യോ, ഇങ്ങനെ കുറേ. അതുപോലെ തന്നെ ചില വൈദികരും ഇതുപോലെ അവർ സംസാരിക്കുമ്പോൾ അവർക്ക് പറയും, ഒരു വൈദികൻ ഒരു വാർഷിക ധ്യാനത്തിന് ഞങ്ങളെ ധ്യാനിപ്പിക്കുകയാണ്. അപ്പോൾ ധ്യാനിപ്പിച്ചിരിക്കുന്ന ധ്യാനഗുരു തന്നെ പറയണം ദൈവത്തെ ഒരിക്കലും ആരും കണ്ടിട്ടില്ലെന്ന്. അപ്പോൾ ഞാനുടനെ കൈപൊക്കി നിർത്താൻ പറഞ്ഞു. കാരണം അങ്ങേർക്ക് വിവരമില്ല. പക്ഷെ ഞാൻ ദൈവം അമ്മയെ ഞാൻ നേരിട്ട് കണ്ടയാളാണ്. അപ്പം ഞാൻ അവിടുന്ന് അത് പറയാതെ പോന്നു കഴിഞ്ഞാൽ, ഞാൻ അവിടെ ഇരിക്കുന്ന 10-50 അച്ഛന്മാരുണ്ട്, പിന്നെ ധ്യാനഗുരു ഉണ്ട്. ഇവർ ഈ പറയുന്ന വിഡ്ഢിത്തരം സത്യമാണെന്ന് മറ്റുള്ളവർ വിശ്വസിക്കും. സാത്താൻ പ്രവർത്തിക്കും. അപ്പോൾ സാത്താൻ്റെ മണം അവിടെ നിൽക്കണ കാരണം ഞാൻ യേശുക്രിസ്തുവിനെ ഏറ്റുപറയാൻ ബാധ്യസ്ഥനാണ് അവിടെ. എന്താ കാര്യം? ഞാനിത് കണ്ടിട്ട് സാക്ഷിയാക്കി, ദൈവം എന്നെ സാക്ഷിയാക്കിയതാണ്. അപ്പോൾ തന്നെ വാർഷിക ധ്യാനത്തിൽ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞ് അച്ഛൻ പറഞ്ഞത് ശരിയല്ല, ദൈവാനുഭവം സത്യമാണ്, അത് ടാൻജിബിളാണ്, ഞാനാണ് അനുഭവസ്ഥനെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ പിന്നെ അച്ഛന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ കണക്കണമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണിയാവും. എന്താ ഇങ്ങനെ കുറേ വൈജ്ഞാനിക വങ്കത്വം കയറിയിട്ട് ബുദ്ധിയാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കുന്ന കുറേ സാഹചര്യങ്ങൾ അക്കാഡമി ലെവലിൽ ചിലരില്ലെങ്കിലും ഉണ്ട്. ഇതൊന്നും ഞാൻ തിരിച്ചെടുക്കാൻ തയ്യാറല്ല. എന്താ കാര്യം? ഞാൻ സഭയിൽ അനുഭവിച്ചിരിക്കുന്ന വിഷയമാണ്. ബുദ്ധിപരമായിട്ട് ദൈവത്തെ കാണാൻ പരിശ്രമിക്കുകയും അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ആധ്യാത്മിക വരൾച്ചയുടെ പേരിൽ ഇവർ ദൈവമാണെന്നും പറഞ്ഞ് വേറെ ദൈവങ്ങളെ അവർ ബുദ്ധിപരമായിട്ട് ഉണ്ടാക്കുന്ന ദൈവങ്ങളെ സൃഷ്ടിക്കുകയും ജനത്തിൻ്റെ അവകാശങ്ങളെ നിഷേധിക്കുകയും ചെയ്യുന്ന ആധ്യാത്മിക വരൾച്ചയുണ്ട്.
അപ്പം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഈ ആളെ ട്രാക്ക് ഔട്ട് ആണെന്ന് മനസ്സിലാകും, ഇയാളെ ട്രാക്ക് ഔട്ടാണ് മനസ്സിലാകുക. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ദൈവത്തിനെതിരെ പറയുന്ന ഒരു കാര്യം കേൾക്കാനോ ബാധ്യസ്ഥരല്ല നമ്മൾ. എപ്പോഴും ഓർത്തേക്കണം. നമ്മൾ ഒരു കർത്താവ് പറഞ്ഞില്ലേ, ഒരു അത്തിവൃക്ഷം നട്ടു, ഒരുത്തന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു, ആ മുന്തിരിത്തോട്ടത്തിൽ കൊണ്ടുവന്നൊരു കാട്ടത്തിവൃക്ഷത്തെ നട്ടുപിടിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പം കാട്ടത്തിവൃക്ഷത്തിന് എന്തുമാത്രം ഫെൻസിങ്ങാണ് ചെയ്തിരിക്കണത്. അതുപോലെ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനും വളർത്താനും നമുക്ക് ബാധ്യതയുണ്ട്. വായി നോക്കികളെല്ലാം ടി വി ഇരുന്നുണ്ട് കുരക്കണമെല്ലാം കേട്ടിട്ട് അതാണ് സത്യമെന്ന് പറഞ്ഞ് നടക്കരുത്. നമുക്ക് അങ്ങനെയുള്ളപ്പോൾ തന്നെ സാധനം ഓഫ് ചെയ്ത് കളയണം. എന്താ കാര്യം? നമുക്കൊരു ലക്ഷ്യമുണ്ട്. നിങ്ങൾ നേടിയെടുത്തതിന് മുറുകെ പിടിച്ചുകൊണ്ട് പോകണം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഫിലിപ്പി 3:16. ഫിലിപ്പി 3:16. എന്നാൽ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ആവണം നമ്മുടെ പ്രവർത്തനം. ഇത് ഒരു ബാധ്യതയാണ് ആധ്യാത്മികമായ. നമ്മൾ ഓരോ ഉടമ്പടി പുതുക്കി കഴിയുമ്പോഴും നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചെന്ന് ഉറപ്പ് വരുത്തണം നമ്മൾ. അല്ലാതെ എന്തെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ഒരു വിഷയം തോറ്റെന്ന് പറഞ്ഞാൽ ആ തോറ്റ വിഷയത്തെ ഓർത്തുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ അവലംബം വെക്കാനും വിശ്വാസത്തെ വർദ്ധിക്കാനും കൂടുതൽ പുണ്യങ്ങളെ പുരോഗമിക്കാനും കൂടുതൽ സുവിശേഷ സാക്ഷിയാക്കാനും അങ്ങനെ ആ വിഷയം തന്നെ എടുത്തുകൊണ്ട് ക്രിസ്തു വളരാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാത്ത ആൾക്കാർ എടുത്തിരിക്കുന്ന ഉടമ്പടിയല്ല, ഉടായ്പാണ്.